നമസ്കാരം. ഫിംഗർ പ്രിന്റിലേക്ക് സ്വാഗതം. കുറ്റകൃത്യങ്ങളുടെ വ്യവഹാരങ്ങളുടെ ലോകത്തെ പ്രധാന സംഭവങ്ങളിലേക്ക്. ഒറ്റയ്ക്ക് താമസിക്കുന്ന 65-കാരിയെ വീടിനുള്ളിൽ അതിക്രമിച്ച് കടന്നുകയറി ചെറുമകൻ ബലാത്സംഗം ചെയ്തു. കുടുംബവഴക്കിനിടെ ഭർത്തൃ സഹോദരന് നേരെ യുവതി വലിച്ചെറിഞ്ഞ ശൂലം തറച്ച് 11 മാസം പ്രായമുള്ള പിഞ്ചോമനയ്ക്ക് ദാരുണ അന്ത്യം. സംസ്ഥാന കായിക മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിനെ തിരുവനന്തപുരത്ത് ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചേർത്തലയിൽ UKG വിദ്യാർത്ഥിക്ക് വീണ്ടും ക്രൂര മർദ്ദനം. ഒറ്റയ്ക്ക് താമസിക്കുന്ന 65-കാരിയെ വീടിനുള്ളിൽ അതിക്രമിച്ച് കടന്നുകയറി ചെറുമകൻ ബലാത്സംഗം ചെയ്തു. ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരത അരങ്ങേറിയത്. ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന 65-കാരിയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ബലാത്സംഗം ചെയ്ത കേസിൽ ചെറുമകൻ പിടിയിൽ. ഹിമാചൽ പ്രദേശിലെ ഷിംലയിലാണ് മനസാക്ഷിയെ ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ 25-കാരനായ ചെറുമകനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഭർത്താവിന്റെ മരണശേഷം സ്ത്രീ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഇക്കഴിഞ്ഞ ആഴ്ച ഉച്ചയ്ക്ക് ശേഷം ചെറുമകൻ വീട്ടിൽ വന്ന് തന്നെ ബലാത്സംഗം ചെയ്തുവെന്നും ആരോടെങ്കിലും പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും സ്ത്രീ പോലീസിൽ പരാതി നൽകിയതോടെയാണ് സംഭവം പുറത്തായത്. ഭാരതീയ നിയമസംഹിതയിലെ വിവിധ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തുവെന്ന് പോലീസ് പറഞ്ഞു. ചൊവ്വാഴ്ചയാണ് പ്രതിയെ പിടികൂടിയത്. കേസ് സെൻസിറ്റീവ് ആണെന്നും സമഗ്രമായി അന്വേഷിക്കുകയാണെന്നും ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് പ്രണവ് ചൗഹാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. കുടുംബവഴക്കിനിടെ ഭർത്തൃ സഹോദരന് നേരെ യുവതി വലിച്ചെറിഞ്ഞ ശൂലം തറച്ച് 11 മാസം പ്രായമുള്ള പിഞ്ചോമനയ്ക്ക് ദാരുണ അന്ത്യം. പോലീസ് ദമ്പതികളെയും അതുപോലെ തന്നെ ബന്ധുക്കളെയും കസ്റ്റഡിയിലെടുത്തു. കുടുംബവഴക്കിനിടെ യുവതി ഭർത്തൃ സഹോദരന് നേരെ എറിഞ്ഞ ശൂലം തലയിൽ തറച്ച് 11 മാസം പ്രായമായ കുഞ്ഞ് മരിച്ചു. മഹാരാഷ്ട്രയിലെ അഹമ്മദ്നഗർ ജില്ലയിലാണ് ഞെട്ടിക്കുന്ന സംഭവം നടന്നത്. അവധൂത് എന്ന കുട്ടിയാണ് മരിച്ചത്. സംഭവവുമായി ബന്ധപ്പെട്ട് കുഞ്ഞിന്റെ മാതാപിതാക്കളെയും അവരുടെ സഹോദരനെയും ഭാര്യയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: പല്ലവി മെങ്വാഡയും ഭർത്താവ് സച്ചിൻ മെങ്വാഡയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുടെ പേരിൽ വഴക്ക് തുടങ്ങി. കലിമൂത്ത് കയ്യാങ്കളിയുടെ വക്കീലെത്തിയപ്പോൾ സച്ചിൻ സഹോദരൻ നിതിൻ വിഷയത്തിൽ ഇടപെട്ടു. ഇരുവരെയും സമാധാനിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നിതിന്റെ ഭാര്യ ഭാഗ്യശ്രീയും ഭർത്താവിനൊപ്പം ചേർന്നു. ഇവരുടെ ഇടപെടൽ പല്ലവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കലികയറിയ പല്ലവി അവിടെ ഉണ്ടായിരുന്ന തൃശൂലമെടുത്ത് നിതിന് നേരെ വലിച്ചെറിഞ്ഞു. എന്നാൽ അയാൾ ഒഴിഞ്ഞുമാറിയതുകൊണ്ട് ഭാഗ്യശ്രീയുടെ കയ്യിലിരുന്ന കുഞ്ഞിന്റെ തലയിലാണ് ശൂലം തറച്ചത്. മാരകമായി മുറിവേറ്റ കുഞ്ഞ് തൽക്ഷണം മരിച്ചു. തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് മരണ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് വീട്ടിലെത്തുമ്പോൾ തൃശൂലം കഴുകി വൃത്തിയാക്കിയിരുന്നു. മുറിയിലെ രക്തക്കറ തുടച്ചുമാറ്റിയ നിലയിൽ ഇത് തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയാണെന്ന് പോലീസ് പറയുന്നു. തുടർന്നാണ് വീട്ടിലെ മുതിർന്നവരെ മുഴുവൻ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യൽ പൂർത്തിയാകുന്നതോടെ സംഭവത്തിന് പിന്നിലെ കൂടുതൽ വസ്തുതകൾ തെളിയുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. സംസ്ഥാന കായിക മന്ത്രിയുടെ ഓഫീസ് സ്റ്റാഫിനെ തിരുവനന്തപുരത്ത് ക്വാർട്ടേഴ്സിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഭാര്യ നാട്ടിലേക്ക് മടങ്ങിയതിനെ തുടർന്നാണ് ഇയാൾ മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. വയനാട് സ്വദേശി ബിജുവാണ് മരിച്ചത്. കായിക മന്ത്രിയുടെ ഓഫീസ് ജീവനക്കാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസ് അസിസ്റ്റന്റ് വയനാട് സ്വദേശി ബിജുവാണ് മരിച്ചത്. തിരുവനന്തപുരം നളന്ദ NGO ക്വാർട്ടേഴ്സിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഭാര്യയ്ക്കൊപ്പമാണ് ഈ ക്വാർട്ടേഴ്സിൽ ബിജു താമസിച്ചിരുന്നത്. ഇന്നലെ ഭാര്യ നാട്ടിലേക്ക് പോയിരുന്നു. ഇന്ന് രാവിലെ ബിജു ഓഫീസിൽ ചെല്ലാതിരുന്നതോടെ സുഹൃത്തുക്കൾ ഫോണിൽ വിളിച്ചു. എന്നാൽ ബിജു കോൾ അറ്റൻഡ് ചെയ്തില്ല. വിവരമറിഞ്ഞ ഭാര്യ വിളിച്ചെങ്കിലും ബിജുവിന്റെ ഭാഗത്തു നിന്നും പ്രതികരണം ഉണ്ടായില്ല. ഇതോടെ താമസ സ്ഥലത്ത് പരിശോധന നടത്തിയത്. അകത്തുനിന്ന് പൂട്ടിയ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മരണകാരണം വ്യക്തമായിട്ടില്ല. മുറിയിൽ മ്യൂസിയം പോലീസ് പരിശോധനകൾ നടത്തി. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. 2021 മുതൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ ഓഫീസ് സ്റ്റാഫാണ് മരിച്ച ബിജു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ചേർത്തലയിൽ UKG വിദ്യാർത്ഥിക്ക് വീണ്ടും ക്രൂര മർദ്ദനം. അമ്മയും അമ്മൂമ്മയുമാണ് തന്നെ തല്ലിയതെന്ന് കുട്ടി ചൈൽഡ് ലൈനിന് മൊഴി നൽകി. കുട്ടിയെ ഹോട്ടലിൽ തനിച്ചിരുത്തിയ ശേഷം അമ്മ ലോട്ടറി ടിക്കറ്റ് വിൽക്കാൻ പോവുകയാണ് പതിവ്. ഇതിനു മുമ്പ് അമ്മയുടെ സുഹൃത്ത് കുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് കേസെടുത്തിരുന്നു. ജയിലിൽ വിചാരണ തടവുകാരനായിരിക്കെ ഇയാൾ മരിച്ച സംഭവം നേരത്തെ വിവാദമായിരുന്നു. ആലപ്പുഴയിലാണ് സംഭവം. ചേർത്തലയിൽ UKG വിദ്യാർത്ഥിയായ 5 വയസ്സുകാരനെ മർദ്ദിച്ചെന്ന പരാതിയിൽ അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കുമെതിരെ കേസെടുത്തു. അമ്മ സ്കെയിൽ കൊണ്ട് അടിച്ചതാണെന്നും അമ്മൂമ്മയും ഉപദ്രവിക്കാറുണ്ടെന്നും കുട്ടി പറയുന്നു. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഇടപെടുകയായിരുന്നു. മുഖത്തും കഴുത്തിനും മുറിവേറ്റ നിലയിൽ ചായക്കടയിലാണ് കുട്ടിയെ കണ്ടെത്തിയത്. ചായക്കടയിൽ കുട്ടിയെ ഇരുത്തിയ ശേഷമാണ് അമ്മ ലോട്ടറി വിൽപ്പനയ്ക്ക് പോകുന്നത്. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനൂപിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് വിവരം പുറത്തറിഞ്ഞത്. തുടർന്നാണ് കേസ് നൽകിയതെന്നാണ് റിപ്പോർട്ട്. കുട്ടിയെ രാത്രി തന്നെ ശിശുക്ഷേമ സമിതി ഏറ്റെടുത്തു. ഇക്കഴിഞ്ഞ മെയ് 24-ന് അമ്മയുടെ ആൺസുഹൃത്ത് കുട്ടിയെ ഉപദ്രവിച്ച കേസിൽ അറസ്റ്റിലായിരുന്നു. പിന്നീട് ഇയാൾ മരിച്ചിരുന്നു. കുട്ടിക്ക് പരിക്കേറ്റ സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്. ഫിംഗർ പ്രിന്റ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.